അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത പേരുകളാണ്. അത് വലിയ നേതാക്കളുടെ മക്കളും ഒക്കെ അതിലുണ്ട്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ പൊതുവെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാത്ത ആളാണ്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഇത്രയും മുകളിൽ കയറി കളിക്കണമെങ്കിൽ അവന് ഒത്തിരി ധൈര്യം വേണമല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. ആൾക്ക് ധൈര്യമുണ്ട്. കാരണം ആൾക്ക് പറഞ്ഞതല്ല, എന്നെ കോൺഗ്രസ് നേതാക്കൾ ഒരാൾ തൊടില്ല എന്ന് പറഞ്ഞിട്ടല്ലോ. അതിൻ്റെ എന്താ കാര്യം എന്നുള്ള ബാക്കിയുള്ളവർ അന്വേഷിച്ചോട്ടെ. ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ വി.കെ. ശ്രീകണ്ഠന്റെ ഒരു പരാമർശം വന്നത് എന്താണ് അതിനെ പറ്റി പറയുന്നത്? ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പലതരം വേഷങ്ങൾ ഇടേണ്ടി വരും. ഒരു വസ്ത്രം വെച്ചിട്ടാണോ ഒരു സ്ത്രീനെ അളക്കുന്നത്? തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അതല്ല. അപ്പം അതുകൊണ്ട് വസ്ത്രധാരണത്തിലൊന്നും എനിക്ക് പെൺകുട്ടികളെ, ആ കുട്ടിയുടെ ജോലി അതാണ്, മോഡലിങ് ഇതൊക്കെ. അപ്പോൾ പലതരം വസ്ത്രങ്ങൾ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അതിനെപ്പറ്റി വി.കെ. ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് എന്താ പറയുക, സങ്കടപ്പെട്ടു പോയി. ശ്രീകണ്ഠനെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ ഇതൊന്നും ആയിരുന്നില്ല, ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ. എന്തുകൊണ്ട് ആ വലയത്തിൽ ശ്രീകണ്ഠൻ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പ്രസ്താവന? രാഹുലിനെ സംരക്ഷിക്കാനാണ്. പാലക്കാടാണല്ലോ മറ്റേ ഷാഫി, അങ്ങനെ അവരൊക്കെ ഒരു കൂട്ടുകെട്ടുണ്ടെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണം. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷെ എനിക്കറിയാം ഇവരൊന്നും തമ്മിൽ അത്ര അങ്ങോട്ട് സുഖത്തിലൊന്നുമല്ല. പക്ഷെ എന്നാലും ഈ സമയത്ത് രക്ഷിക്കേണ്ടത് ആളുടെ ചുമതലയെന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാരും എന്നെ തൊടില്ലാന്ന്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം?